السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي خيرا كثيرا وما يذكر إلا أولو الألباب. صدق الله مولانا العلي العظيم. ആദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ ഈ മഹൽചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്ന അബ്ദുറഹ്മാൻ കുട്ടി ഹാജി, നമ്മുടെ വേദിയിലുള്ള ബഹുമാന്യരായ ഈ പ്രദേശത്തെ മഹലിന്റെ ഭാരവാഹികൾ, ഈ സദസ്സിൽ അണിനിരന്നിട്ടുള്ള പ്രിയപ്പെട്ട കാരണവന്മാർ, ഇതിന്റെ സംഘാടക സഹോദരങ്ങളായ പ്രിയപ്പെട്ട യുവാക്കൾ, വിദ്യാർത്ഥികൾ, സഹോദര സഹോദരിമാർ, അർഹമുർ-റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരായ സാരഥികൾക്ക് ഒരു ജനകീയ സ്വീകരണം ഒരുക്കാൻ നിങ്ങൾക്ക് സാധ്യമായി പടച്ച റബ്ബ് ഈ സംഭവം അവൻ പൊരുത്തപ്പെട്ടൊരു അമലായി കബൂലാക്കട്ടെ. അല്ലാഹുവേ, ഇതിനുവേണ്ടി പരിശ്രമിച്ചവരും പ്രവർത്തിച്ചവരും ഒരുമിച്ച് കൂടിയവരുമായ മുഴുവൻ ആളുകൾക്കും ഈ രണ്ടു വീട്ടിലും ഖൈർ പ്രദാനം ചെയ്യണേ തമ്പുരാൻ. മഹനീയമായ ഈ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാന്യരായ ഗുരുവര്യന്മാർ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടും സന്തോഷം പങ്കിട്ടുകൊണ്ടുമാണ് കടന്നുപോയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം ആ മഹാത്മാക്കൾക്ക് ഇത്ര നല്ല ഒരു സ്വീകരണം ഒരുക്കാൻ നമുക്ക് സാധ്യമായി എന്നതാണ്. ജന്മനാടിന്റെ ആദരം മറ്റൊരു പ്രദേശത്തെക്കാളും പ്രധാനമാണ്. അതോടൊപ്പം തന്നെ സമസ്തയുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറിക്ക് നിങ്ങൾ സ്വീകരണം ഒരുക്കി വളരെ നല്ല മനോഹരമായ ചടങ്ങാക്കി ഇതിനെ മാറ്റാൻ നിങ്ങൾക്ക് സാധ്യമാണ്. ഇതിന്റെയൊക്കെ ആകത്തുക എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന്, ആലിമീങ്ങളെ ബഹുമാനിക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത്. ആലിമിനെ ബഹുമാനിച്ചാൽ അതിന്റെ പ്രതിഫലം വളരെ വലുതാണ്. ഇൽമാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന സാധനം എന്ന് പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിച്ചു. ഇൽമിനോളം അല്ലാഹുവിൽ വിലയുള്ള മറ്റൊരു സംഗതിയും ആലിമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും യോഗ്യൻ. ആലിം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന്റെ നായക സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ ആലിമിനെ എങ്ങനെ കണ്ടാലും ശരി, ആലിമീങ്ങൾക്ക് അല്ലാഹു പരിശുദ്ധ ഭൂമിയിൽ വലിയ ഗൗരവതരമായ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. അല്ലാഹു ഒരു മനുഷ്യന് അനുഗ്രഹം കൊടുക്കുകയാണെങ്കിൽ ആ മനുഷ്യനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആലിമാക്കും എന്നാണ് പറയുന്നത്. മതപരമായ വിദ്യയിൽ ഒരു മനുഷ്യൻ മുന്നേറുമ്പോൾ ആ മനുഷ്യന്റെ സ്ഥാനം വളരെ വലുതാണ്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിന്റെ പ്രാധാന്യം കുറച്ചു. കാരണം ഇന്ന് നമ്മൾ മതപരമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഭൗതിക വിദ്യാഭ്യാസം പോലെ തന്നെ രണ്ടും ഒരേ രീതിയിൽ നമ്മൾ കണ്ടു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭൗതിക വിദ്യയുടെ പ്രാധാന്യം നമ്മൾ മതവിദ്യക്ക് കണ്ടില്ല. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ഭൗതികമായി നമ്മൾ പരിശോധിച്ചാൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടണം. ആ ജോലി കിട്ടുന്നതിന് ആ ജോലി കിട്ടി എന്തെങ്കിലും സമ്പാദിക്കാൻ. സമ്പാദ്യമാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് തെറ്റിദ്ധരിച്ചു പോയി നമ്മൾ. അതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥ. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം സമ്പാദ്യമല്ല. പണം സമ്പാദിക്കാൻ ഒരുപക്ഷെ വിദ്യ ഇല്ലാതെ തന്നെ കഴിയും. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും, യാതൊരു തരത്തിലും വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ ചെക്കൊപ്പിടാൻ പോലും ശരിക്കും പേരെഴുതാൻ അറിയില്ല. തമ്പിം പ്രശ്നം ചെയ്തുകൊണ്ട് ചെക്കൊപ്പിട്ട് വാങ്ങുന്ന ആളുകൾ കോടികളുടെ ഉടമകളായിരിക്കും. കാരണം അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പണം കൊടുത്തിരിക്കുന്നു. സമ്പത്ത് ഒരു മനുഷ്യൻ അല്ല കൊടുക്കുന്നത് അവന്റെ ബുദ്ധിശക്തി നോക്കിക്കൊണ്ടോ യോഗ്യത നോക്കിക്കൊണ്ടോ അല്ല. ഡിഗ്രിയും PhD നേടിയ ആളുകൾ പക്ഷേ പട്ടിണി കിടക്കുന്നുണ്ടാവും. നല്ല ആലിമായ മനുഷ്യൻ ഒരുപക്ഷെ സാമ്പത്തിക ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടാവും. ഇവിടെ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു നൽകുന്നത് വേറെ,
അവന് പണം നൽകുന്നത് വേറെ. ഒരു മനുഷ്യനും അല്ലാഹു അറിവ് നൽകുന്നത് അവന്റെ ബുദ്ധിശക്തി കൊണ്ടാണെങ്കിൽ ഒരു മനുഷ്യൻ അല്ലാഹു ഭക്ഷണം നൽകുന്നത് അവന്റെ ബുദ്ധിശക്തി കൊണ്ടല്ല, അവന്റെ കഴിവ് കൊണ്ടുമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം പണം നേടലല്ല. അള്ളാഹുവിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യൻ അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നത് അവന്റെ ബുദ്ധിശക്തി കൊണ്ടാണെങ്കിൽ ഈ ഭൂമുഖത്ത് പട്ടിണി കിടക്കുന്ന ഒരുപാട് ആളുണ്ടാകുമല്ലോ. വലൗകാനത്തിൽ അർസാഖു തഅതി അലൽ ഹിജാജ ഇദൻ ഹാലഖത മിൻ ജഹ്ലിഹിന്നൽ ബഹായിമു. ഇദാ കാനത്തിൽ അർസാഖു, ഈ റിസ്ക് എന്ന് പറഞ്ഞ സാധനം തഅതി അലൽ ഹിജാജ, ഒരു മനുഷ്യന്റെ ബുദ്ധി കൊണ്ടാണ് അത് പടച്ചവൻ കൊടുക്കുന്നതെങ്കിൽ, അല്ലാഹു ഒരു മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നത് അവന്റെ ബുദ്ധിശക്തി കൊണ്ട് പഠിപ്പ് കൊണ്ടൊക്കെയാണെങ്കിൽ ഇദൻ ഹാലഖത മിൻ ജഹ്ലിഹിന്നൽ ബഹായിമു, ജഹ്ല് കൊണ്ട് മൃഗങ്ങളൊക്കെ പട്ടിണി കിടക്കേണ്ടി വരുമല്ലോ. പോത്തിന് വല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്, സുഖമായിട്ട് കിടക്കണം കഴിയുന്നുണ്ട്, അതിന് ഭക്ഷണം കൊടുക്കുന്ന ഇൽമുണ്ടോന്നല്ലോ. എത്രയോ ബുദ്ധിയുള്ള മനുഷ്യന്മാർ, വിവരമുള്ള ആളുകൾ പട്ടിണി കിടക്കുന്ന നമുക്ക് കാണാൻ കഴിയും. മഹാന്മാർ അങ്ങനെ പഠിപ്പിച്ച എത്രയോ എത്ര ബുദ്ധിമാന്മാർ, നല്ല വിവരം തന്നേടമുള്ള ആളുകൾ, അവന്റെ വഴികളൊക്കെ പൂർത്തിയടക്കപ്പെട്ടിരിക്കുന്നു. ആ മനുഷ്യനൊന്നുമില്ല, വരുമാനമില്ല, പണമില്ല, സമ്പത്തും സൗകര്യമൊന്നുമില്ല. നേരെ മറിച്ച് ജാഗിലായ ഒരു മനുഷ്യന് വിവരമില്ലെങ്കിലും നല്ല ഭക്ഷണം സൗകര്യവും സമ്പത്തും ഒക്കെ ആയിട്ട് പോകുന്നതാണ്. അതാണ് ഭൂമി. അല്ലാഹു ഭൂമുഖത്തിനകത്ത് പണം കൊടുക്കുന്ന ഇൽമു നോക്കിയിട്ടല്ല. അതുകൊണ്ട് നമ്മുടെ കൺസെപ്റ്റ് മാറണം, നമ്മുടെ തീരുമാനത്തിൽ മാറ്റം വരണം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പണം ഉണ്ടാക്കാൻ ഏർപ്പാടല്ല. ഇൽമു പഠിച്ചവരുടെ മുസ്ലിമായിട്ട് എന്ത് കിട്ടാനെന്ന് ചോദിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിച്ച അവന്റെ ഇൽമു നേടിയ ഒരു മനുഷ്യന്റെ സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ടാകും. എന്തിനാ ഇപ്പൊ തങ്ങളെ ഈ നാട് മുഴുവൻ ഒരുമിച്ച് കൂടി ആദരിച്ചത്? എന്തിനാ നാട് മുഴുവൻ ഒരുമിച്ച് കൂടി ആദരിച്ചത്? അത് ഇൽമിന്റെ മഹത്വമാണ്. ഈ ഇൽമു നമ്മുടെ കേരളത്തിൽ നിലനിർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത വലിയൊരു പ്രസ്ഥാനമാണ് സമത്വ കേരള ജമിയത്തുൽ ഉലമ. ഈ സമത്വ കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കെട്ടുറപ്പും ഭദ്രതയും ദീനിയായ മുന്നേറ്റവും നൽകുന്നു. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കി നിങ്ങൾ. നമ്മുടെ രാജ്യത്ത് ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷം ഏറ്റവും കൂടുതലുള്ള പ്രദേശത്തൊന്നുമല്ല നമ്മൾ താമസിക്കുന്നത്. നമ്മൾ ഈ താമസിക്കുന്ന പ്രദേശത്ത് മുസ്ലിം ഭൂരിപക്ഷം വളരെ കുറവാണ്. ഒരു 80 ലക്ഷം മുസ്ലിംകളെ മാക്സിമം കേരളത്തിൽ ഉണ്ടാവും. അതാണ് ഗാനേഷുമാരി. നേരെ മറിച്ച് 4 കോടിയും 3 കോടിയും മുസ്ലിമുള്ള സംസ്ഥാനം ഇന്ത്യയിലുണ്ട്. ഉത്തർപ്രദേശിലെ മുസ്ലിം ജനസംഖ്യ കൃത്യമായി കണക്കാക്കിയാൽ 4 കോടിയുണ്ടെന്നാണ് പറയുന്നത്. പശ്ചിമ ബംഗാളിലെ മുസ്ലിം ജനസംഖ്യ കൃത്യമായി കണക്കാക്കിയാൽ 3 കോടിയുണ്ട്. ആ 3 കോടിയും 4 കോടിയുമുള്ള സംസ്ഥാനത്തിന്റെ അടുത്ത് നമ്മുടെ കേരളത്തിൽ 80 ലക്ഷം മുസ്ലിങ്ങളാണ്. പക്ഷെ 80 ലക്ഷം മുസ്ലിങ്ങൾക്ക് ആ 3-4 കോടിയേക്കാൾ ഔന്നത്യമുണ്ട്. എന്തേ കാരണം? എന്തേ നമുക്ക് ഊർജ്ജസ്വലതയുണ്ടായത്? എന്തേ നമുക്ക് കെട്ടുറപ്പുണ്ടായത്? ഇതിന്റെ അടിസ്ഥാനപരമായ ഘടകം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മതബോധം നൽകി എന്നുള്ളതാണ്. നമ്മുടെ ഗ്രാമപ്രദേശത്തെ സാധാരണക്കാരായ ആളുകൾക്ക് പോലും പരിശുദ്ധ ഇസ്ലാമിന്റെ അഹ്കാമുകളെ കുറിച്ച് പ്രാഥമിക ബോധ്യമുണ്ട്. എന്താ കാരണം? അത് പഠിക്കാനും പഠിപ്പിക്കാനും നല്ല മനോഹരമായ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടായി. അതാണ് നമ്മുടെ മദ്രസ, അതാണ് നമ്മുടെ അറബി കോളേജ്. ആ രീതിയിൽ പഠിച്ചു വളർന്ന ഒരു തലമുറയാണ് ശരിക്കും നമ്മുടെ സമൂഹത്തിൽ ദീൻ നിലനിർത്തിയത്. ഇതിന്റെ അടിത്തറ എന്ന് പറയുന്നത് പള്ളി ദർസാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മദ്രസ ക്ലാസ്. ലോകത്തെ ഇസ്ലാമിന്റെ പ്രചരണം നടന്നത് 3 സ്ഥലങ്ങളിലൂടെയാണ് എന്ന് ചരിത്രം പറയുന്നത്. ഇസ്ലാമിന്റെ പ്രചരണത്തിന്റെ കേന്ദ്രങ്ങൾ 3 ഒന്ന് മസാജിദ്, 2 മദാരിസ്, 3 മജാലിസ്. ഈ 3 കേന്ദ്രങ്ങളാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രചരണത്തിന്റെ കേന്ദ്രബിന്ദുക്കൾ. അതിൽ മസാജിദ് എന്ന് പറഞ്ഞ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇസ്ലാമിക പ്രബോധനമാണ് പഴയ കാലത്തൊക്കെ നടന്നത്. മദീന പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശുദ്ധ തിരുത്തൂതൽ നടത്തി. മാലിക് മദീനാവ് സംഘവും കേരളത്തിൽ വന്നുകൊണ്ട് 10 പള്ളികൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ കാദിമാരെ നിയമിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പ്രബോധനം നടത്തി. പള്ളികൾ മുതലേ ഇസ്ലാമിക കേന്ദ്രങ്ങളാണ്. ആ പള്ളിയിലെ പ്രസംഗം, പള്ളിയിലെ ഇമാമിന്റെ പെരുമാറ്റം, അതൊക്കെ കണ്ടുപിടിച്ചു പഠിച്ചതല്ല പണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മദാരിസ് ഉദ്ദേശിക്കുന്നത് നഴ്സറി സ്കൂൾ മുതൽ കുല്ലിയ മുതൽ ജാമിയ വരെയുള്ള പരിപാടിപ്പെട്ടു നമ്മുടെ മദ്രസകളൊക്കെ കിതാബുകൾ വെച്ചുകൊണ്ട് സിലബസ് അധിഷ്ഠിത പഠനം. മാലിക് മദീനാവിന്റെ കാലഘട്ടത്തിൽ മസാജിദുകളാണ് കേന്ദ്രം. മഖ്ദൂമി കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട കേന്ദ്രം മദാരിസ്, ദർസും മദ്രസയും ദീനി പഠനവും. അത് കഴിഞ്ഞാൽ മജാലിസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കപ്പെടുന്ന വലിയ വലിയ സൂഫിയാക്കളുടെ മജ്ലിസ്. ഉദാഹരണം ഖാജ മുഈദ് അജ്മീരി ഖദ്ദസല്ലാഹു സ്വല്ലല്ലാഹു അസീസ്. അവരൊക്കെ മജ്ലിസിൽ പോയി ഇരുന്നാൽ തന്നെ പലർക്കും ദീനിയായ ആവേശം. അവരൊരാൾ നോക്കിയാൽ, അവരോട് സംസാരിച്ചാൽ, അവരുടെ വ്യക്തിപ്രഭ കണ്ടുകൊണ്ട് പരിശുദ്ധ ദീനിലേക്ക് വന്ന പലരുമുണ്ട്. ഖുതുബ് സമാനങ്ങളെ കണ്ടുകൊണ്ട് മുസ്ലിമായ പലരുമുണ്ട്. ആ രീതിയിൽ വലിയ വലിയ മഹാന്മാരുടെ മജ്ലിസുകൾ
അതുപോലെ മദ്രസകൾ, അതുപോലെ പള്ളികൾ, ഈ 3 കേന്ദ്രങ്ങളാണ് ശരിക്കും പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രഭവ കേന്ദ്രങ്ങളും പ്രചരണ കേന്ദ്രങ്ങളും. ഇവിടെ നമ്മൾ ശരിക്കും അടിസ്ഥാനപരമായി പരിശോധിച്ചാൽ കേരളത്തിന് കിട്ടിയ ഏറ്റവും വലിയ നേട്ടമെന്നാണ് ആലിമീങ്ങൾ ശരിക്കും ജനങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു ജംഇയ്യത്ത്. എന്തിനാ സമത്വ വന്നത്? സമത്വ കേരള ജംഇയ്യത്ത് നമ്മൾ നാട്ടിൽ രൂപീകരിക്കുന്ന കാലത്ത് ഒരു സംഘടന ഉണ്ടാക്കി ജനങ്ങളെ പ്രാന്തവൽക്കരിക്കുവാനോ ജനങ്ങളെ പ്രാസ്ഥാനികവൽക്കരിക്കുവാനോ അല്ല, മറിച്ച് ഒരു അനിവാര്യതയുടെ ഘട്ടത്തിൽ മാത്രമാണ് സമത്വ കേരള ജംഇയ്യത്ത് രംഗത്ത് വന്നത്. കേരളത്തിന്റെ ഇസ്ലാമിക ചരിത്രത്തിന്റെ ചിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ കടന്നു വന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ ചിന്തകൾ അവർക്ക് പകർന്നു കൊടുക്കുന്നത് ജീവിതം പകർത്തി കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. ഇവിടെ വന്ന മഹത്വമാണ് പള്ളി കണ്ടിയ പള്ളി നിസ്കരിച്ച് ഇവിടെ അമുസ്ലിങ്ങളായി ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിനെ ശരിക്കും ഒരു പരിചയപ്പെടുത്തി അങ്ങനെ ഇസ്ലാം ജനങ്ങൾ ആവാഹിച്ചെടുത്തു. പരിശുദ്ധ ആളുകൾ വന്നു. അങ്ങനെ ഇസ്ലാം വളർന്നപ്പോൾ ആ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ സൂഫിയാക്കളായ മഹത്തുക്കൾ രംഗത്ത് വന്നു. അവരിലൂടെ ജനങ്ങൾ ഇസ്ലാമിനെ കണ്ടും പഠിച്ചും വളർന്നു മുന്നോട്ട് പോകുമ്പോൾ അന്നത്തെ മുസ്ലിങ്ങൾക്ക് ഒരു ആചാരം അനുഷ്ഠാനവും അത് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരിൽ നിന്നും പുണ്യ സ്വഹാബത്തെ പകർത്തിക്കൊണ്ടുവന്ന ദീനായിരുന്നു. ആ സ്വഹാബത്താണ് കേരളത്തിലെ ദീനി പ്രബോധനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഈ സ്വഹാബത്തെ പഠിപ്പിച്ച പരിശുദ്ധ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഭിന്നതയില്ലാതെ നമ്മുടെ രാജ്യത്തെ ഇസ്ലാം എന്തെന്ന് ശരിക്കും പകർത്തി കാണിച്ചു. മഖ്ദൂമികളെ കാലഘട്ടങ്ങളെ നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിലെ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം മുതൽ മഖ്ദൂമി കാലഘട്ടം. മഖ്ദൂമികളെ കാലഘട്ടത്തിന് ശേഷം 200 കൊല്ലത്തെ ചരിത്രം പഠിക്കണം. മഖ്ദൂമമാർ ദീൻ പ്രചരിപ്പിച്ച് ശരിക്കും ദീൻ എന്തെന്ന് പഠിപ്പിച്ച് ഫത്ഹുൽ മുഈൻ അടക്കമുള്ള കിതാബ് നമുക്ക് എഴുതി തന്ന് പള്ളികളും പള്ളി ദർസുകളും സ്ഥാപിച്ച പൊന്നാനി പള്ളി ദർസിൽ വിളക്കത്ത് വെച്ച് സനദ് കൊടുത്ത് പണ്ഡിതന്മാരെ ശ്രമിച്ചു. നാട് നീളെ പണ്ഡിതന്മാർ, ഇന്ന് ഇരിക്കുന്ന സദസ്സിൽ ഒരുപാട് മുത്താലിമീങ്ങളുണ്ട്, ഒരുപാട് മുഅല്ലിമീങ്ങളുണ്ട്. അവരുടെ ഗുരുവര്യന്മാരുടെ പരമ്പരയിലൂടെ മേലോട്ട് പോയി നോക്കുക. അത് ചെന്നത്തുക പൊന്നാനിലെ പൊന്നാനിലെ വിളക്കത്ത് മേലോട്ട് പോയാൽ മഖ്ദൂമ പഠിച്ചത് അങ്ങ് വിദേശത്ത് പോയി ലോക പ്രശസ്ത കേന്ദ്രമാകുന്ന അസ്ഹർ യൂണിവേഴ്സിറ്റിയിലാണ്. ഷെയ്ഖ് സക്കരിയ അൻസാരി തങ്ങളുടെ ശിഷ്യനാണ് ഒന്നാമത്തെ മഖ്ദൂമ. ഷെയ്ഖ് ഇബ്നു ജലൽ വഹീദ് തങ്ങളുടെ ശിഷ്യനാണ് രണ്ടാമത്തെ മഖ്ദൂമ. ശരിക്കും അത് അങ്ങനെയാണ് ചെന്ന് നേരെ കണ്ണി എത്തുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്. ആ രീതിയിൽ ദർസി പഠനത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് ദീനെ പ്രബോധനം ചെയ്ത് ദീൻ എന്തെന്ന് ശരിക്കും പഠിപ്പിച്ച് അസ്ഥിവാരമിട്ട മഖ്ദൂമികൾ പോയി. 2 മഖ്ദൂമികളുടെ കാലഘട്ടം കഴിഞ്ഞു. മഖ്ദൂമികൾ ഇന്നുമുണ്ട്, പക്ഷേ 2 പ്രമുഖ മഖ്ദൂമികൾ ആ കാലഘട്ടത്തിൽ കടന്നുപോയി. ആ മഹാന്മാരുടെ ജീവിത കാലഘട്ടം പഠിച്ചാൽ 2ാം മഖ്ദൂമിന്റെ മരണശേഷം 200-ൽ പരം വർഷം കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിട്ടില്ല, ഒരു പക്ഷാന്തരവും ഉണ്ടായിട്ടില്ല. അതിനുശേഷം 2 നൂറ്റാണ്ടിന് ശേഷം പിന്നെയാണ് 920 വരുന്നത്. 920 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിൽ കേരള മുസ്ലിമിൽ ഭിന്നിപ്പിന്റെ കാലഘട്ടം. ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സമൂഹം സ്വാതന്ത്ര്യ സമരം നടത്തുന്ന സമയത്ത് ശാരീരികമായി ഒരു സ്വാതന്ത്ര്യ സമരത്തെ നേരിടുമ്പോൾ ആത്മീയമായി വെല്ലുവിളി നേരിടുന്ന ചരിത്രം പഠിച്ചാൽ കാണാൻ കഴിയും. അവർ സമരമുഖത്താണെങ്കിലും അന്ന് വിദേഹത്തിന്റെ നാന്ദി കുറിച്ചു നമ്മുടെ സമുദായത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഭിന്നിപ്പെന്ന് പറഞ്ഞുകൊണ്ട് അത് ദീനല്ലെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ചിന്ത കൊണ്ടുവരുന്ന ചില ആളുകൾ നമ്മൾ മഹാന്മാരെ ആദരിച്ചിരുന്നു, ആ മഹാന്മാരെ ബഹുമാനിച്ചിരുന്നു. അത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ച മാർഗമാണ്. അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ മനുഷ്യന്മാർ നല്ല മനുഷ്യരെ കൂട്ടുപിടിച്ചിരുന്നു. അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല വജാഹിദൂ ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ സത്യവിശ്വാസികളെ തഖുല്ലാഹ്, നിങ്ങൾ പടച്ചറപ്പിനെ ഭയപ്പെടണേ. വബ്തഗൂ ഇലൈഹിൽ വസീല, പടച്ചറപ്പിലേക്ക് നിങ്ങൾ വസീല തേടണേ. അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം മഹാന്മാർ അംഗീകരിച്ചു. ഖുതുബ സമാന ഖബർ സിയാറത്ത് ചെയ്യും, പടച്ചറപ്പിലേക്ക് തവസ്സുലാക്കും. മമ്പുറത്തെ തങ്ങളെ കാലണേ എന്ന് പണ്ട് മുതലേ പറയും. വീടാൻ പോലും നമ്മൾ കുട്ടികളായി എന്ന് പറഞ്ഞിരുന്നത് ബദരീങ്ങളെ ഉമ്മ പറഞ്ഞോ അത് തെറ്റാണ്, ഉസ്താദ് പറഞ്ഞോ അത് തെറ്റാണ്. അള്ളാഹിനെ വിളിക്കുന്ന സ്ഥാനത്ത് ബദരീങ്ങളെ വിളിച്ചു ചൊല്ലിയല്ലോ. നമ്മൾ ആരും ബദരീങ്ങളെ പഠിച്ച സ്ഥാനത്ത് വെച്ചിട്ടില്ല. നമുക്ക് പ്രതിസന്ധി വരുമ്പോൾ മമ്പുറത്തെ തങ്ങളെ എന്ന് വിളിക്കും, നിങ്ങളൊക്കെ വിളിച്ചതല്ലേ. അതുകൊണ്ട് ദീനിൽ പുറത്തു പോകുമെന്ന് പറയുന്ന ഒരു പുതിയ ചിന്ത പിന്നെയാ വന്നത്. നമ്മൾ ആരും തങ്ങളെ എന്ന് വിളിക്കുമ്പോൾ മക്കൾ തങ്ങളെ പഠിച്ചോന്നാണ് ആർക്കും വിശ്വാസമില്ലല്ലോ. അങ്ങനത്തെ ഒരു വിശ്വാസത്തിലാരും വിളിച്ചിട്ടില്ലല്ലോ. എന്നാൽ ഇവിടെ ചില ആളുകൾ നമ്മളോട് പറഞ്ഞു, അങ്ങനെ വിളിച്ചാൽ ദീനിൽ നിന്ന് പുറത്താണ്. മൗലിദ് ഓതിയാൽ അല്ലാഹുവിന്റെ പരിശുദ്ധത്തിൽ ശിർക്ക് നിങ്ങൾ ചെയ്തത്. ശിർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ വാക്കല്ല. ശിർക്കിന്റെ ഒരു സവിശേഷത അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്കല്ലാത്ത സകല മറിച്ച് ശിർക്ക് പൊറുക്കൂല. മുശ്രിക്കുകൾ എന്ന് പറഞ്ഞ സമുദ്ര കുത്തി 925 വരെ അത് തുറന്നു. ഒരു സംഘടന സമർപ്പിച്ചിട്ടില്ല.
925 വരെ ഇവർ തുടരുകയും കോഴിക്കോട് വെച്ച് അവർ സമ്മേളനം നടത്തി ഹിമാലയ ഇസ്ലാം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് സകലരെയും മുസ്ലിംകാക്കി പ്രഖ്യാപിച്ചു. ഈ സന്ദർഭത്തിലാണ് കോഴിക്കോട് ജീവിച്ചിരുന്ന അള്ളാഹുവിന്റെ വലിയ ആരിഫുമായ ശൈഖുനാ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് സമത്തെ എന്ന ആ സംവിധാനത്തിന് അസ്തിവാരമിടുന്നത് ആ മുല്ലക്കോയ തങ്ങളുടെ സ്ഥാനത്താണ് ബഹുമാനപ്പെട്ട തങ്ങൾ വന്നിരിക്കുന്നത്. ഒരു സയ്യിദായി തന്നെ വന്നിരിക്കുന്നു. നമുക്കിപ്പോ അസേരി തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സയ്യിദായി സമത്തിന്റെ തലപ്പത്ത് വന്നത് ഇദ്ദേഹമാണ്. ശേഷം നിങ്ങളെ നാട്ടുകാരൻ, നിങ്ങൾക്ക് അഭിമാനിക്കാം. നിങ്ങളെ നാട്ടുകാരനാണ് തങ്ങൾ എന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്നെക്കാൾ തങ്ങളെ പരിചയമുള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ എന്ന് മാത്രം നിലപാടുകളിൽ കാർക്കശ്യമുള്ള ഒരു കൃത്യതയുള്ള പണ്ഡിതനാണ് സമത്തിന്റെ തലപ്പത്ത് വന്നത് എന്നൊരു സന്തോഷം നമുക്ക്. അലിഗുഡ് സ്ഥാനം സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിശ്വപ്രശസ്തനാണ്. വേൾഡ് വൈഡ് അറിയപ്പെടുന്ന വലിയൊരു പണ്ഡിതനാണ്. ആ മഹാനുഭാവനമായ ജനസംഗതി രണ്ടും വെച്ച് നോക്കുമ്പോൾ വളരെ പ്രധാനമാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിച്ചു. ഈ സമത്വ കേരള ജനതയുടെ നമ്മുടെ പ്രയാണത്തിന് സമത്വ ആരെയും ജയിലിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. പ്രധാനപ്പെട്ട ഉമ്മരുടെ കേസുകളല്ല. 3 വക്തേ നിസ്കാരമുള്ളൂ എന്ന് പറഞ്ഞ ആൾ ജയിലിൽ നിന്ന് പുറത്താന്ന് സമത്വ പറഞ്ഞു, റാബിത്ത പറഞ്ഞു, പാകിസ്ഥാൻ പറഞ്ഞു, സൗദി അറേബ്യ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു എന്ന് പറഞ്ഞാൽ 3 വക്ത നിസ്കാരമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ലോകത്ത് അത് ശരിയല്ല. ഖാദിയാനികൾ എന്ന് പറയുന്ന വിഭാഗം ഭാഗത്തിന്റെ പുറത്താണ്. ഇത് ഇപ്പറഞ്ഞ മുസ്ലിം സംഘടനകൾ മുഴുവൻ പറഞ്ഞു. സമത്വ കേരള ജമീയത്തും അത്രേ പറഞ്ഞു. അല്ലാതെ സമത്വ ആരെയും ഇസ്ലാമിനെ പുറത്താക്കിയിട്ടില്ല. നമ്മൾ ആരെയും കളവ് പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ആരെയും ആക്ഷേപിച്ചുകൊണ്ട് ദീനിന്റെ പടിക്ക് പുറത്തു നിർത്തിയിട്ടില്ല. ബിദഈ പ്രസ്ഥാനക്കാർ നമ്മളെ മുശ്രിക്കാക്കിയ ആൾക്കാരെപ്പോഴും നമ്മൾ എന്താ പറഞ്ഞത്? ബിദ്അത്ത് എന്നേ പറഞ്ഞു. അവരുടെ വിശ്വാസത്തിൽ ചില വൈകല്യങ്ങളുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അമിതമായി സമത്തെ എവിടെയും കടന്നു പറഞ്ഞിട്ടില്ല. മറിച്ച് സമത്വ കേരള ജമീയത്ത് സൂക്ഷ്മതയോടെ മാത്രമേ പറഞ്ഞു. ചില ത്വരീഖത്തിൽ വൈകല്യ സമത്വ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സമത്വ കേരള ജമീയത്ത് സമൂഹത്തോട് കാര്യം പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചും മാത്രമേ സമത്വ സംസാരിച്ചിട്ടുള്ളൂ. ഈ സമത്വ കേരള ജമീയത്തുമായി വിശ്വാസം ശരിക്കും ജനങ്ങൾക്ക് കൂട്ടി ഉറപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഈ ജനങ്ങൾക്ക് ദീൻ എന്താണെന്ന് ശരിക്കും പഠിപ്പിച്ചു കൊടുത്തു. അതിനുവേണ്ടി സമത്വ പ്രവർത്തനം ആരംഭിച്ചു. 90 വർഷം 100ാം വാർഷികം ആഘോഷിക്കാനിരിക്കുകയാണ്. സമത്വയുടെ 100ാം വാർഷികം പ്രഖ്യാപിക്കപ്പെട്ടു. അല്ലാഹു അതിൽ പങ്കെടുക്കാൻ നമുക്ക് ദീർഘായുസ്സ് നൽകട്ടെ. ആ 100 വർഷത്തെ പ്രവർത്തനം സമത്വത്തിന് സമർപ്പിക്കാൻ പോവുകയാണ്. സമത്വ കേരള ജമീയത്തുമായി 85ാം വാർഷികവും 90ാം വാർഷികവും ആഘോഷിച്ചു. ഈ 90 വർഷം കൊണ്ട് കേരളക്കരയുടെ സമത്വ കേരള ജമീയത്ത് എന്താ നൽകിയത്? ഈ കേരളത്തിലെ ജനസമൂഹത്തിന് സമത്വ എന്ത് നൽകിയെന്ന ചോദ്യത്തിന്റെ മറുപടി മതപരമായ ഈ ഒരു നവോത്ഥാനം തന്നെ. ഏത് ഗ്രാമത്തിലും പോയി നോക്കും. നിങ്ങളിപ്പോ മദ്രസക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്തിനാ? മദ്രസ മാന്യമായി നടത്തിക്കൊണ്ട് പോകാം. സമത്വ കേരള വിദ്യാഭ്യാസ മദ്രസയിൽ നിങ്ങൾ 5ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്ത കുട്ടികൾ 35 ലക്ഷം കുട്ടികൾ. കേരളത്തിലെ ജനസംഖ്യയും ഈ കുട്ടികളുടെ എണ്ണം പഠിച്ചു 35 ലക്ഷം കുട്ടികൾക്ക് സമത്വ 5ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. സമത്വ കേരള വിദ്യാഭ്യാസ ബോർഡ് 7ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് 13.5 ലക്ഷം കൊടുത്തു. 35 5ാം ക്ലാസ് പിന്നെ 7 കുറവ് വന്ന കുട്ടികൾ പഠിക്കാൻ പഠിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത്ര വലിയ ഇസ്ലാമിക വിപ്ലവം 7900-ഓളം മദ്രസ അല്ല 9,900 മദ്രസ സമസ്തക്ക് 9,900 മദ്രസ അതോടൊപ്പം തന്നെ 1 ലക്ഷം മുഅല്ലിമുകളുണ്ട്. 12 ലക്ഷം പഠിക്കുന്ന കുട്ടികളുണ്ട്. ഈ സംവിധാനം കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്തതാരാ? സമത്വ കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ്. ഈ വിദ്യാഭ്യാസ ബോർഡ് സമത്വ സമൂഹത്തിന് നൽകിയ പാരമ്പര്യ വിദ്യാഭ്യാസം ഇന്ന് കേരളത്തിലെ മുസ്ലിങ്ങളെ മതനവോത്ഥാനത്തിന്റെ നൗകയാക്കി നിർത്തിയത്. മതനവോത്ഥാനത്തിന്റെ ഒരു നൗക പണിത് സമത്വ. ഈ സമത്വ കേരള ജമീയത്ത് ഇത്ര വലിയ വിജയം നേടാൻ എന്താ കാരണം? മറ്റൊന്നുമല്ല. സമത്വയുടെ വിജയത്തിന്റെ പിന്നിൽ 2 കാര്യങ്ങളേ ഉള്ളൂ. മറ്റൊന്നുമില്ല. സമ്പത്തല്ല, സൗകര്യമല്ല, അണികളുടെ ബാഹുല്യവുമല്ല. പിന്നെ സമത്വ ഉയർത്തിപ്പിടിച്ച ആദർശത്തിന്റെ മഹത്വം ഒരു കളങ്കവും സമത്വ ചാർത്തിയിട്ടില്ല. 2 സമത്വ കേരള ജമീയത്ത് നമ്മുടെ നേതാക്കളുടെ വിശുദ്ധി, നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ വിശുദ്ധ വ്യക്തിത്വത്തെ നോക്ക് നിങ്ങൾ. നമ്മളെ നയിച്ച മഹാന്മാർ ഇന്ന് പള്ളിയുടെ തലസീറ്റിൽ അല്പം മുൻപിരുന്നതാരാ? ബഹുമാനപ്പെട്ട അല്ലാഹു ആ മഹാന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിത വിശുദ്ധി നോക്കി ഞാൻ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഗുരുവര്യൻ അടുത്ത കാലത്ത് അദ്ദേഹം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡിന് അമരത്ത് വന്നു. അദ്ദേഹം ഒരിക്കൽ പ്രസംഗിച്ച കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം നേരിട്ടോട് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് ജാമ്യയിൽ പഠിക്കുന്ന കാലത്ത് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ക്ലാസ്സിൽ വന്നു. ക്ലാസ് എടുക്കാൻ ഉസ്താദാണ്. കണ്ണിയത്ത് ഗുരുവര്യൻ ഉസ്താദ് പഠിക്കാനിരിക്കാനെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് മുത്തഅല്ലിമീങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് വന്നു. മഹാനായ വന്നുകൊണ്ട് ക്ലാസ് ആരംഭിച്ചു. കസേരയിൽ നമ്മൾ മൂട്ട കടിച്ചപ്പോൾ കസേര നീക്കി വെച്ചു. കണ്ണിയത്ത് കസേര നീക്കി വെച്ചിട്ട് മേശപ്പുറത്ത് കയറിയിരുന്നു. മേശപ്പുറത്ത് കയറിയിട്ട് കാലുകൾ തൂക്കിയിട്ട് ദർശങ്ങനെ തുറന്നിരിക്കുക.
ദർശനം തുറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കണ്ണീർ ഉസ്താദ് കിതാബിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളെ വിശദീകരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സന്തോഷം കൊണ്ട് മസ്അല ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് കാലാട്ടി അറിയാതെ കാലാട്ടി പോയി കുട്ടികൾ കണ്ടിട്ടില്ല. അവരൊക്കെ കിതാബില്ല. പെട്ടെന്ന് കണ്ണീർ ഉസ്താദ് കിതാബ് മടക്കി വെച്ച മേശം ചാടി ശബ്ദം കേട്ട് നോക്കുമ്പോൾ ഉസ്താദ് പരിഭ്രാന്തനായ മുഖമായി നിൽക്കുക. നിങ്ങൾ ഈ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. കണ്ണീർ ഉസ്താദിന്റെ മുഖം പരിഭ്രാന്തമായി മുഖത്തേക്ക് കുട്ടികൾ നോക്കി നിൽക്കുക. കുട്ടികൾക്ക് മനസ്സിലായി എന്തേപ്പോഴുണ്ടായത്. മാത്രമല്ല ഉസ്താദ് ഉറച്ച ശബ്ദത്തിൽ ഉറക്കെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം പേടിച്ചു പോയി. കിതാബ് ഇങ്ങനെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് കൂട്ടി മേശപ്പുറത്ത് ചാടി ഇറങ്ങി അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഉറക്കെ വിളിക്കുക. അത്ഭുത ഭരതനായി ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ കുട്ടികളെ നോക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞു, ഉയർന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കാലാട്ടൽ കിബ്റിന്റെ ലക്ഷണം. ഉയർന്ന സ്ഥലത്തിരുന്ന് കാലാട്ടൽ കിബ്റിന്റെ ലക്ഷണമാണ്. മിസ്കാല ദർറത്ത് കിബ്ർ കൽബിൽ അല്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ കടക്കൂല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. മുത്തനബി അഹമ്മദിന്റെ അടുത്ത് സംഭവിച്ചു പോയി. ഞാൻ മേശപ്പുറത്ത് കാലാട്ടി എന്റെ സ്വർഗ്ഗം നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അതൊരു മനുഷ്യന്റെ സൂക്ഷ്മതയാണ്. ഇതിനാണ് നമ്മൾ സൂക്ഷ്മത എന്ന് പറയുന്നത്. ഈ സൂക്ഷ്മതയുള്ള മഹാനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ കെട്ടിപ്പടുത്തത്. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കെട്ടിപ്പടുത്ത മഹാൻ ആ മഹാനായ മനുഷ്യന്റെ പിന്മുറക്കാരായി വന്ന ആളുകളാണ് നമ്മുടെ സമസ്തയെ നയിക്കുന്നത്. ജീവിതത്തിൽ നന്മ മാത്രം ചെയ്ത ഒരു സമൂഹത്തിന്റെ പ്രതിനിധികളാണ് സമസ്തയുടെ തലപ്പത്ത് വരുന്നത്. ഈ കണ്ണീർ ഉസ്താദിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരു ഹറാമ് പോലും ചെയ്യുന്നത് മാത്രമല്ല, കറാഹത്തിനെ കുറിച്ച് പോലും അദ്ദേഹം ഭയപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചത്. കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ചൊരു മനുഷ്യൻ സൂക്ഷ്മതയുടെ അങ്ങേയറ്റം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ഭവനം വീടുണ്ടാക്കിയിട്ട് ആ വീടിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ സുഹൃത്തായ വലിയ പണ്ഡിതനെ കൊണ്ട് കണ്ണീർ ഉസ്താദിനെ ക്ഷണിക്കാൻ പോയി. കണ്ണീർ ഉസ്താദിന്റെ വീട്ടിൽ ചെന്ന് വളച്ചു കെട്ടാതെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. വീട് നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ കണ്ണീർ ഉസ്താദിന്റെ ചോദ്യം, എത്രയായി വീടിന്? 1.5 ലക്ഷം രൂപയായി. നിനക്കെന്താ ജോലി? ഞാൻ ശമ്പളം. എനിക്ക് ശമ്പളം അല്ലാതെ ഞാൻ കച്ചവടം നടത്തുകയാണ്. എത്ര കിട്ടും മാസം? ഏകദേശം ഉസ്താദിന് മനസ്സിലായി അയാൾക്ക് ഹലാലായ മാർഗ്ഗത്തിൽ വീടുണ്ടാക്കാനുള്ള സൗകര്യമുണ്ട്. അത് പറഞ്ഞ ഉടനെ ഉസ്താദ് പറഞ്ഞു, ഇനി എന്താ ഞാൻ വേണ്ടതെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഉസ്താദ് ദുആ ചെയ്യണം. അപ്പൊ തന്നെ വിളിച്ചു അൽ ഫാത്തിഹ. അയാൾ അപ്പൊ ദുആക്കാനല്ല ഉദ്ദേശിച്ചത്, എന്തായാലും വിളിച്ചു. ദുആ കഴിഞ്ഞു. അവ പറഞ്ഞു, ഉസ്താദ് ഇവിടുത്തെ ദുആ പോലെ എന്റെ വീട്ടിൽ വന്നൊരു ഭക്ഷണം കഴിച്ചിട്ട് ദുആക്കണം. അന്നാണ് എന്റെ വീട്ടിലെ താമസ ഉദ്ഘാടനം. അത് അതുവരെ കേട്ടിരുന്ന ഉസ്താദ് തന്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വയറിഞ്ഞ് കാണിച്ചു. എന്നിട്ട് അയാളോട് പറഞ്ഞൊരു വാക്കുണ്ട്, അയാൾ ഇന്നും പറയും. ആ വയറുകൊണ്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പ്രായത്തിലേക്ക് അഹമ്മദ് അറിഞ്ഞുകൊണ്ട് ഈ വയറ്റിലേക്ക് ഹറാമിന്റെ ഭക്ഷണം കടത്തിയിട്ടില്ല, ഹലാല് മാത്രമേ തരുന്ന ഉറപ്പുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അതൊരു വല്ലാത്ത വാക്കാ. കാരണം എന്താ? ഹറാമ് ഭക്ഷിച്ചു നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. തർക്കുൽ ഉഖമത്തി മിൻ ഹറാം. ഹറാമിന്റെ ഒരു പിടി അന്നം ഒഴിവാക്കലാണ് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നബി തങ്ങൾ പറയുകയാണ്, ഹറാമിന്റെ ഒരു പിടി അന്നം ഒഴിവാക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മിൻ അൽഫി റക്അത്തിൻ തതവ്വുഅ, 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഹറാമിന്റെ ഒരു പിടി അന്നം ഒഴിവാക്കലാണെന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഹറാമിന്റെ അംശം ദേഹത്ത് കലരാൻ പാടില്ല സൂക്ഷിച്ച മഹാരഥന്മാർ. ആ മഹാരഥന്മാരാണ് ജീവിതത്തിന്റെ വിശുദ്ധി കാണിച്ചത്. അവരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ നയിച്ചത്. ആ കണ്ണീർ ഉസ്താദിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. 93 മരിക്കുന്നത്. 1993 കണ്ണീർ ഉസ്താദ് ലോകത്തോട് വിട പറയുന്നത്. ആ കണ്ണീർ ഉസ്താദ് വിട പറയുന്നവരെ 93 വിട പറയുന്നവരെ മുമ്പ് 89 അദ്ദേഹത്തെ മാറ്റി നിർത്തി വേറെ സംഘമുണ്ടാക്കിയ ആളുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഞാനതേ കുറിച്ചൊന്നും പറയുന്നില്ല. അവർ ഈ സമൂഹത്തിൽ ചെയ്തു കൂടിയ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇപ്പൊ തങ്ങളെയും സമയത്തെയും വിമർശിച്ചുകൊണ്ട് നടക്കുകയാണ്. നമ്മളതിനെ കുറിച്ചൊന്നും മറുപടി പറയണ്ട. അവർ കേവലം വ്യക്തിപൂജയിൽ എത്രത്തോളം നിങ്ങളിപ്പോ കണ്ടില്ലേ? ആളെ കൂട്ടിയ മോതിരം വരെ ധരിക്കാൻ തുടങ്ങിയപ്പോ എങ്ങോട്ടാ കാലം പോകുന്നത്? ആ രീതിയിലേക്ക് സമൂഹം പോവുകയാണ്. കേവല പ്രവർത്തനയിലോ അതിന്റെ പൂർവ്വകാല നേതാക്കളിലോ കാണാത്തൊരു സമീപനം. ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ പ്രകടമാക്കിക്കൊണ്ട് അപകടകരമായ രീതിയിൽ സമൂഹത്തെ വഴിതെറ്റിക്കുന്ന ആളുകളെ കുറിച്ച് ശരിക്കും തിരിച്ചറിയണം നമ്മൾ. അവരാണ് ഈ സമൂഹത്തിൽ ഭിന്നതയുടെ വിത്ത് വിതച്ചത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹാപ്രസ്ഥാനത്തെ ബഹുമാനപ്പെട്ട ശൈഖുൽ നയിക്കുമ്പോൾ ആ മഹാനായ സമസ്തക്ക് 4 പതിറ്റാണ്ട് കാലം നേതൃത്വം കൊടുക്കുകയാണ്. എന്താണ് ശൈഖുനായി സമൂഹത്തെ നേതൃത്വം കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത്?
സമത്വ അന്താരാഷ്ട്ര പ്രസിദ്ധമായി. ലോകതലത്തിൽ സമത്വ കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടു. റാബിത്തുൽ ആലമുൽ ഇസ്ലാമിയെ പോലും ചോദ്യം ചെയ്യത്തക്ക വിധം ഖുതുബയുടെ ഭാഷയിൽ ശൈഖുന അയച്ച ചോദ്യത്തിന് മറുപടി പറയാൻ പോലും അവർക്ക് കഴിഞ്ഞില്ലല്ലോ. അത്രമാത്രം റാബിത്തുൽ സെക്രട്ടറി കേരളത്തിൽ വന്നിട്ട് ശൈഖുനായെ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പച്ചക്കാട്ട് ദർശനത്തിൽ പോയി ചർച്ച ചെയ്ത് തിരിച്ചറിഞ്ഞപ്പോ ഇത് ഇൽമിന്റെ ബഹറാണെന്ന് പ്രഖ്യാപിച്ചു. ഇൽമിന്റെ ബഹറ അങ്ങനെ പറഞ്ഞ ബഹുമാനപ്പെട്ട ശൈഖുനാ ഈ സമൂഹത്തെ നയിക്കുന്ന കാലത്ത് 96-ലാണ് മരണപ്പെട്ടു പോകുന്നത്. 89 അദ്ദേഹത്തെ മാറ്റി നിർത്തി ചില ആളുകൾ. നിങ്ങൾ ചിന്തിച്ചാൽ മതി അതിന്റെ അപകടം. മഹാനായ ശംസുലമയും കണ്ണിയത്തും ഒരിക്കൽ കണ്ണിയത്ത് ഉസ്താദിനെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, അത്രേ ചെറുശ്ശേരി, ഇന്ന് മുതൽ ഞാൻ വളരെ സൂക്ഷ്മത പാലിച്ചവരാണ് ജീവിക്കുക. എന്നും സൂക്ഷ്മതയാണ്, പക്ഷെ അന്നത്തെ പ്രത്യേകത. ഇന്ന് മുതൽ എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ഉസ്താദ് ആരാഞ്ഞപ്പോ ബഹുമാനമായ പറഞ്ഞു, ഇന്ന് എനിക്ക് 60 വയസ്സ് പൂർത്തിയായി. 60 വയസ്സ് പൂർത്തിയായാൽ അത് ജീവിതത്തിൽ ഒരു ഘട്ടമാണ്. 60-70 എന്റെ ഉമ്മത്തിന്റെ ജീവിതകാലം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് കണ്ണിയത്ത് പറഞ്ഞു, അത്രേ മുസ്ലിം ലോകത്ത് ഖലീഫ സകാത്ത് പിരിച്ചുകൊണ്ട് വിതരണം ചെയ്യുമ്പോ ആ സകാത്തിന്റെ അംശം വിതരണം ചെയ്യുന്ന സമയത്ത് സകാത്തിന്റെ അംശ വിതരണത്തിന്റെ ഭാഗം ആളുകൾക്ക് 60 വയസ്സ് തികഞ്ഞാൽ ഒരു കൊല്ലത്തെ അവകാശമേ വകവെച്ചു കൊടുക്കും. ഒരു കൊല്ലത്തെ അവകാശം മാത്രമേ കൊടുക്കൂ, പിന്നെ കൊടുക്കില്ല. അതിന്റെ അർത്ഥം എന്താ? അടുത്ത കൊല്ലം ജീവിച്ചില്ലെങ്കിലായി. അതുകൊണ്ട് 60 ഒരു വഴിതിരിവാ, ഞാൻ നല്ലവണ്ണം സൂക്ഷിക്കുമെന്ന് പറഞ്ഞു. മറ്റൊന്ന് കണ്ണിയത്ത് പറഞ്ഞു, അത്രേ എനിക്കൊരു മഹാൻ ഒരു സ്വലാത്തിന്റെ ഇജാസത്ത് തന്നിട്ടുണ്ട്. ആ സ്വലാത്ത് ഞാൻ പതിവാക്കിയാൽ എന്റെ ജനാസ സംസ്കരണത്തിന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം നൽകാൻ വരും. കണ്ണിയത്ത് പറയുന്നത്രേ കണ്ണിയത്ത് ഉസ്താദിന്റെ ജനാസ പരിപാലനത്തിന് വന്നുകൂടിയ ജനത്തിന്റെ ബാഹുല്യം നോക്കുമ്പോ അവിടെ അല്ലാഹുവിന്റെ അത്തരത്തിലുള്ള അനുഗ്രഹം ഇറങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പാണ്. 5 ലക്ഷം ആളുകൾ പ്രൊഫസർ മങ്കടം മൗലവിയില്ലേ അദ്ദേഹം തുല്യപ്പെടുത്തിയത് ബഗ്ദാദിൽ മരിച്ചപ്പോ 8 ലക്ഷം ആളുകൾ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തതിന്റെ ഉദാഹരണമാണ്. അതിന് തുല്യമാണ് കണ്ണിയത്തിന്റെ മരണം എഴുതിയത്. സമത്വക്കാരനായിരുന്നില്ല പ്രൊഫസർ നിങ്ങൾ. അത്ര വലിയ ജനാവലി വാഴക്കാട്ട് വന്നു വിലയിരുത്തപ്പെടുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ ആത്മീയ സാന്നിധ്യം അവിടെ ഉണ്ടല്ലോ. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പഠിക്കേണ്ടത്. ആ മഹത്വങ്ങളെ കൂടെ നമ്മൾ നിന്നാൽ, അവർക്കൊപ്പം നമ്മൾ മുന്നോട്ട് പോയാൽ, അവരെ നമ്മൾ സ്നേഹിച്ചാൽ ഇൻഷാ അല്ലാഹ് അവരെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് കഴിയും. അല്ലാഹുവിന്റെ തിരുദൂതരുടെ മുമ്പിൽ വന്നുകൊണ്ടൊരു സുഹൃത്ത് പറഞ്ഞില്ലേ നബി തങ്ങളോട്, ഒരു സാധു മനുഷ്യൻ, നബിയേ ലൈസ ഇൻദി കദ്റത്തു സ്വലാത്തിൻ വസിയാം, ലൈസ ഇൻദി കദ്റത്തു സ്വലാത്തിൻ വസിയാം, എനിക്ക് കൂടുതൽ നോമ്പില്ല, കൂടുതൽ നിസ്കാരമില്ല, നോമ്പ് തീരെയില്ല, നിസ്കരിക്കില്ല എന്നൊന്നും പറഞ്ഞില്ല. എനിക്ക് കൂടുതൽ നോമ്പില്ല, കൂടുതൽ നിസ്കാരമില്ല. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, ഞാൻ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരെയും വല്ലാതെ സ്നേഹിക്കുന്നു. അത് ഞാൻ നല്ലവണ്ണം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? അൽ മർഉ മഅ മൻ അഹബ്ബ, ഒരു മനുഷ്യൻ അവനെ സ്നേഹിച്ചവന്റെ കൂടെ ഉണ്ടാകും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മൾ കണ്ണിയത്ത് ഉസ്താദിനെ ശംസുലമയെ ഇവിടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സെക്രട്ടറി പോലുള്ള മഹത്തുക്കളെ നമ്മൾ സ്നേഹിച്ചാൽ അവരൊക്കെ മഹാന്മാരാണ്. അവരെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. നമ്മൾ മോശക്കാരാണെങ്കിൽ അവരെ കൂടെ സ്വർഗ്ഗത്തിലെത്താൻ പറ്റും. നല്ലതിനെ കൂടെ കൂടിയാൽ മതി. അതല്ലേ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു മഅസ് സ്വാദിഖീൻ. നമ്മൾ എന്തിനാ സമത്വയുടെ കൂടെ നിൽക്കുന്നത്? കാപ്പട്യമില്ലാത്ത നേതാക്കളുടെ കൂടെ നിൽക്കുക, കപടതയില്ലാത്ത നേതൃത്വത്തിന്റെ പിന്നിൽ നിൽക്കുക, അങ്ങനെ സംഘടനയ്ക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുക. ആ ഖിദ്മത്തിന്റെ പശ്ചാത്തലത്തിൽ അവരെ കൂടെ നിന്നാൽ, തങ്ങൾ പറഞ്ഞില്ലേ അനുഗ്രഹമാണ് അവിടെ എത്തിയത്. എനിക്കറിയാലോ ശംസുലമയുടെ അനുഗ്രഹം, എന്റെ പ്രസിഡന്റ് ഉയർച്ച മുഴുവൻ ശംസുലമയിൽ നിന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ടുപോകുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്നും പ്രസംഗം എത്തുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം, അത്ര വലിയ മഹത്വങ്ങളെ സ്നേഹിക്കാൻ ഒരു ഭാഗ്യം നമുക്ക് പഠിച്ചതാൽ. നല്ലതിനെ സ്നേഹിക്കണമെങ്കിൽ ഒരു ഭാഗ്യമാണ്. നന്മയെ സ്നേഹിക്കുമ്പോഴേ നല്ല സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടും. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നമ്മുടെ ബാധ്യത വളരെ വർദ്ധിച്ചിരിക്കും. നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിച്ചിരിക്കുന്നു. ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ നമുക്ക് കൂടുതൽ സമയം ചെലവഴിക്കണം. ലോകം പരിശുദ്ധ ഇസ്ലാമിനെതിരെ ഉറഞ്ഞു കൊള്ളുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വന്നപ്പോൾ 7ഓളം മുസ്ലിം ഭൂരിപക്ഷ സാധു രാഷ്ട്രത്തിൽ നിന്നും മുസ്ലിങ്ങൾ പ്രവേശിക്കേണ്ട എന്റെ നാട്ടിലേക്കാണ് വന്നത്. അങ്ങനെ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി പറയുകയാണ് ലോകത്തിൽ വലിയ ധിക്കാരം.
അല്ലെങ്കിൽ തന്നെ അമേരിക്ക ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തേക്ക് വിസ കൊടുക്കുന്ന സമയത്ത് അമേരിക്ക വളരെ സൂക്ഷിച്ചാൽ വളരെ ആളുകളെ വിളിച്ച് സൂചന ചെയ്ത് വേണമെങ്കിൽ മാത്രമേ കൊടുക്കൂ. നമുക്ക് അമേരിക്ക വിസയ്ക്ക് 100 ചോദ്യങ്ങളാണ്, 100 അനുഭവങ്ങൾ. എന്നിട്ട് അവർ രഹസ്യമായി കുറച്ച് ആളുകളെ മാത്രമേ വിസ കൊടുത്ത് കൊണ്ടുപോകുന്നുള്ളൂ. സന്ദർശകരുടെ വലിയ സമ്പന്ന രാജ്യങ്ങളിലെ ആളുകളെ സ്വീകരിക്കും. മറ്റു രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് മുസ്ലിം ആണെങ്കിൽ 100 തരം ചോദ്യങ്ങളും 100 തരം അന്വേഷണങ്ങൾ ജയിച്ചെങ്കിൽ മാത്രമേ കിട്ടൂ. എന്നിട്ട് ഇപ്പൊ പരസ്യമായി പറയും. അങ്ങനെ നയതന്ത്രത്തിന്റെ ഭാഗമായി ചെയ്യാമെന്ന് നോക്കാറില്ല. പക്ഷേ ഇറാഖ്, ഇറാൻ, അതുപോലെ ലിബിയ, സിറിയ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ, സോമാലിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ മുസ്ലിംകൾ പ്രവേശിക്കണം, ക്രിസ്ത്യാനികൾ പ്രവേശിക്കാം. ഇങ്ങനെയുള്ള ഒരു ഭരണകൂടം നമ്മുടെ ലോകത്ത് 45 പ്രസിഡന്റുമാർ അമേരിക്കയിൽ വന്നു. ഒരു പ്രസിഡന്റും 45ാമത്തെ ആളായ ഒരു ഒറ്റ രാഷ്ട്രീയ സമൂഹത്തിൽ കാണിച്ചിട്ടില്ല. ഈ രീതിയിൽ ആരും പ്രഖ്യാപിച്ചു. അങ്ങനത്തെ വർഗീയ പോളറൈസേഷൻ, കമ്മ്യൂണൽ പോളറൈസേഷൻ ലോകത്തെ എഴുതുന്ന രാഷ്ട്രമുണ്ടാക്കിയവർ തെറ്റാന്ന് പറയാനുള്ള നാട്ടുകാരെ തന്നെ സമരം ചെയ്യുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനം നിങ്ങളുടെ നാട്ടിൽ തന്നെ തൊട്ടപ്പുറത്ത് വൈസലിനെ മരിച്ചില്ലേ? സത്യത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ സമത്വയും അതിന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ ഇവിടുത്തെ ദീനീ ദഅവ പ്രവർത്തകരും ഒരു തരത്തിലുള്ള വർഗീയ സ്വഭാവം പ്രകടിപ്പിച്ചിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടല്ലേ ഈ പ്രചരണം. ഒരു നില ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പണം കൊടുത്തത് കൊണ്ടോ പീഡിപ്പിച്ചുകൊണ്ടോ കഴിയില്ല. ആ ധാരണ മാധ്യം നമ്മൾ സമൂഹത്തിൽ തിരുത്തേണ്ട ഏറ്റവും വലിയ ധാരണ എങ്ങനെ ഒരു മനുഷ്യനെ നിർബന്ധിച്ച് മുസ്ലിമാക്കാൻ പറ്റും? കാരണം അല്ലാഹുവിന്റെ പരിശുദ്ധത്തിന്റെ നിയമം എന്താ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇത് ശരിക്കും 3 നിബന്ധനകൾക്ക് വിധേയമായി അംഗീകരിക്കണം. എന്താ 3 നിബന്ധന? അർത്ഥമറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് പറയണം അല്ലാഹു ഏകനാണെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചവന്റെ പ്രവാചകനാണെന്നും അർത്ഥമറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് പറയണം. ഇതിലൊരു കാര്യത്തിൽ നാവ് കൊണ്ട് പറയണമോ പറയണ്ടേ? നാവ് കൊണ്ട് പറഞ്ഞില്ലെങ്കിലും ആള് മുസ്ലിം ആണെന്നാണ് അഭിപ്രായം. അപ്പൊ 2 കാര്യത്തിൽ അർത്ഥമറിഞ്ഞ് മനസ്സിലുറപ്പിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഫൈസൽ അല്ല വേറെ ആരാണെങ്കിലും ശരി, ഒരു മനുഷ്യന് നമ്മൾ കുറച്ച് പണം കൊടുത്തിട്ട് നീ മുസ്ലിം ആവും എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിം ആകും. ആ പണം കണ്ടിട്ട് അവന്റെ മനസ്സിൽ ഉറച്ചിട്ടുണ്ടോ? അവൻ മുസ്ലിം അല്ല. നിങ്ങളൊരു മുസ്ലിമിനല്ല, മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യനെ പിടിച്ചിട്ട് ഒരു അമുസ്ലിമിനെ റൂമിലിട്ട് അടച്ചിട്ട് പീഡിപ്പിച്ചിട്ട് വാള് കാണിച്ചിട്ട് ചൊല്ലട ഗലിമ ചൊല്ലും അവൻ മുസ്ലിം അല്ല. ഈ വാള് പേടിച്ചിട്ട് ജീവനിൽ പൊതിച്ചിട്ട് മറ്റു പണത്തിൽ പൊതിച്ചിട്ടാണ് ഗലിമ ചൊല്ലുന്നത്. ഇസ്ലാമിനെ ആളെ ഉണ്ടാക്കുന്ന ഏർപ്പാടാണ് ഇസ്ലാമെങ്കിൽ മനസ്സിൽ ഉറപ്പിച്ചുള്ള ഭാഗം ഒഴിവാക്കിയ പോലെ അർത്ഥം പഠിപ്പിച്ചു കൊടുക്കാം. അർത്ഥം പഠിപ്പിച്ചു കൊടുത്ത് 10 വട്ടം ജപിച്ചാലും മനസ്സിൽ ഓർക്കൂലല്ലോ. മനസ്സിൽ ഉറപ്പിക്കലേ ഗലിമ ഓർക്കുള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ മനസ്സിലാക്കില്ലെങ്കിൽ അവൻ തന്നെ തീരുമാനിക്കണം. അതുകൊണ്ട് ലോകത്തെ ഇസ്ലാമിൽ നിർബന്ധിച്ച് പരിവർത്തിക്കുന്ന ഏർപ്പാടില്ല, നടക്കൂല. ഒരിക്കലും ഒരു മനുഷ്യനെ അല്ലാഹു പറഞ്ഞതെന്താ? പരിശുദ്ധ സാക്ഷിയല്ലേ ഈ സമൂഹത്തിൽ അല്ലാഹുവിന്റെ വിശ്വാസശാസ്ത്രമാകുന്ന ദീനിന്റെ തത്വം പരിശുദ്ധ ഖുർആൻ പറയുന്നത് വേറെ ആരുമല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നബി തങ്ങളോട് പറഞ്ഞ വാക്കെന്താ? അല്ലാഹു നബി തങ്ങളെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നബിയേ നിങ്ങൾ ഈ ജനങ്ങളിൽ ഇസ്ലാം മതം പ്രബോധനം ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ജനങ്ങൾ മുഴുവൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം എന്ന് പറഞ്ഞത്, ജനങ്ങൾക്ക് ഇസ്ലാമിൽ എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത്. എന്നിട്ട് എന്താ പറഞ്ഞ വാചകമാണ്? അല്ലാഹു ഉദ്ദേശിച്ചാൽ ഭൂമിയിലുള്ള മനുഷ്യരൊക്കെ മുസ്ലിങ്ങളാകും. എന്നിട്ട് അല്ലാഹു പറയുന്നു, ആ വാക്കിൽ നിന്ന് മനസ്സിലാക്കി ഭൂമിയിലുള്ള എല്ലാവരും മുസ്ലിമാക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചില്ല. എന്താ കാരണം? എല്ലാവരും മുസ്ലിമായ തർക്കമില്ലല്ലോ. തർക്കങ്ങൾക്കിടയിൽ വിവിധ മതസ്ഥർക്കിടയിൽ നമ്മൾ ജീവിക്കുന്ന ഇസ്ലാമിനെ കാത്തു സൂക്ഷിച്ച് ഇസ്ലാമിനെ തെരഞ്ഞെടുക്കാൻ പറ്റുമോ എന്ന ചോദ്യം അതിനാ ബുദ്ധി തന്നത്. നന്ദിയുടെ വഴി കഴിഞ്ഞ വഴി പഠിച്ചു നടന്നിട്ടുണ്ട്. എന്നിട്ട് അന്ന് നബി തങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് അല്ലാഹു ചോദിച്ചത്? നബിയെ, നിങ്ങൾ ജനങ്ങളെ നിർബന്ധം ചെലുത്തുകയാണോ? ജനങ്ങളൊക്കെ മുഅ്മിനാകാൻ വേണ്ടി, ജനങ്ങളൊക്കെ മുഅ്മിനാകാൻ വേണ്ടി നിർബന്ധിക്കണോ? നടക്കൂല. ജനങ്ങളെ മുഅ്മിനാകാൻ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. എന്താ കാരണം? വമാ കാന ലിനഫ്സിൻ അൻ തുഅ്മിന ഇല്ലാ ബിഇذനില്ല. അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കാതെ ഒരു മനുഷ്യന് മുസ്ലിമാകൂല. ഒരാൾ മുഅ്മിനാകണമെങ്കിൽ അല്ലാഹുവിന്റെ അനുഗ്രഹം വേണം. അപ്പൊ പണം കൊടുത്തിട്ട് കാര്യമില്ല, പീഡിപ്പിച്ചിട്ട് കാര്യമില്ല, പീഡിപ്പിച്ചിട്ട് കാര്യമില്ല. ഒരാൾ മുസ്ലിമാകൂല. മനസ്സിന്റെ ഉള്ളിൽ ഹിദായത്ത് ഉദിക്കണം. ഹിദായത്ത് മനസ്സിന്റെ ഉള്ളിൽ ഉദിച്ചാൽ പിന്നെ അത് തച്ചു കെടുക്കാൻ പറ്റില്ല, പിന്നെ അത് അടിച്ചമർത്താൻ പറ്റില്ല, പിന്നെ അവനെ എന്ത് ചെയ്തിട്ട് ഫലമില്ല.
ഭീഷണിപ്പെടുത്തിയാലും ശരി, കൊല്ലുമെന്ന് പറഞ്ഞാലും ശരി, അയാൾ അല്ലാഹുവിന്റെ പരിശുദ്ധതയിൽ ഉറച്ചു നിൽക്കും. അയാൾ പിന്നെ മാറൂല. കാരണം അയാൾ മനസ്സിൽ ഹിദായത്ത് കിട്ടിയതാ. പണം കൊടുത്തിട്ട് മാറിയാണെങ്കിൽ മാറും, സൗകര്യം ചെയ്ത് മാറിയവരാണെങ്കിൽ മാറും, അതല്ലെങ്കിൽ പീഡിപ്പിച്ചിട്ട് മാറിയവരാണെങ്കിൽ മാറ്റം ഉണ്ടാവും. ഇസ്ലാമിൽ ഒരാൾ വന്നാൽ പിന്നെ മാറൂല എന്ന് പറയാൻ കാരണം അവന്റെ കൽബിൽ ഹിദായത്ത് ഉണ്ട്. അല്ലാഹു പറഞ്ഞിട്ടില്ലല്ലോ എല്ലാവരും മുസ്ലിമാക്കാൻ. എന്തേ അല്ലാഹു പറഞ്ഞുള്ളൂ, വഖുലിൽ ഹഖ് മിൻ റബ്ബിക്കും. ഇതാണ് സത്യം നിങ്ങൾക്ക് പറയാനുള്ള അവകാശം. അത് ഇന്ത്യയിലുണ്ട്, അത് ലോകത്തുണ്ട്, അത് എല്ലാ രാജ്യത്തുമുണ്ട്. ഈ സത്യം നമുക്ക് ജനങ്ങളോട് പറയാം. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഇഷ്ടമുള്ളവർ സ്വീകരിക്കട്ടെ, ഇഷ്ടമില്ലാത്തവർ നിഷേധിക്കട്ടെ. താല്പര്യമുള്ളവർക്ക് ഇസ്ലാമിലേക്ക് വരാം. അല്ലാഹു ഈ ഏർപ്പാട് നമ്മളോടല്ലത് പറയുന്നത്, നബി തങ്ങളോടാണ് പറയുന്നത്. നബിയേ, നിങ്ങളാണ് ഇസ്ലാമിന്റെ പ്രബോധകൻ. നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? അല്ലാഹുവിന്റെ തിരുദൂതരോട് ഖുർആൻ എന്താ പറയുന്നത്? ഇൻ അലൈക ഇല്ലൽ ബലാഗ്. ഇത് എത്തിച്ചു കൊടുക്കേണ്ട കടമ മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഇത് ദീനാണ്, ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. വമാ അർസൽനാക അലൈഹിം ഹഫീദ. അവരെ സൂക്ഷിപ്പുകാരനായി നിങ്ങൾ അയച്ചില്ല. നിക്കറ ദീൻ എന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. ദീൻ എന്നതാന്ന് പറഞ്ഞു കൊടുക്കുക. ലാ ഇക്റാഹ ഫിദ്ദീൻ. ദീനിൽ ബലാത്കാരമില്ല. ബലം പ്രയോഗിച്ച് ദീൻ പ്രചരിപ്പിക്കുന്ന ഏർപ്പാടില്ല. ഈ ഇസ്ലാമിനെ പരിചയപ്പെടാതെ എവിടെ പുസ്തകം വായിച്ചപ്പോ ആരെങ്കിലും പ്രസംഗിക്കുന്നത് കേട്ടിട്ടോ ഈ തരത്തിൽ പരിശുദ്ധ ഇസ്ലാമിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നിർബന്ധ മതപരിവർത്തനം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ പണം കൊടുത്ത മതപരിവർത്തനം എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ നേരെ വാള് കൊണ്ടുവരുന്ന ആളുകൾ ആരാണ്? ശരി, മതസൗഹാർദ്ദവരാണ്, നിയമം തകർക്കുന്നവരാണ്, മനുഷ്യരെ ജീവിക്കാൻ അവർക്ക് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണ്ടേ, അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. അതിനാണ് നിങ്ങളുടെ പോരാട്ടം. ആ പോരാട്ടം വിജയിക്കും, തർക്കമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ വിശ്വാസം ഉണ്ടാകുന്നത് അത് തിരിച്ചറിയുമ്പോഴാണ്. കലിമത്ത് തൗഹീദ് ഒരു മനുഷ്യൻ മുസ്ലിമാണെങ്കിൽ ചൊല്ലുന്നത് ഇസ്ലാം സത്യമാണെന്ന് ബോധ്യപ്പെടുമ്പോഴാണ്. മറ്റു മതമാണ് സത്യമെങ്കിൽ അതിലേക്ക് അവൻ പോകില്ലേ? ഈ സത്യം ബോധ്യപ്പെട്ടാൽ പിന്നെ മനുഷ്യൻ വാളിന്റെ മുമ്പിലോ അധികാരികളുടെ മുമ്പിലോ ഒരു തരത്തിലും അചഞ്ചലമായിട്ടല്ലാതെ അവൻ നിൽക്കില്ല, അവൻ ചഞ്ചലചിത്തനാവില്ല. നമ്മളൊക്കെ ചരിത്രത്തിൽ പഠിച്ചതല്ലേ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം ഉൾക്കൊണ്ട പ്രമുഖരായ സ്വഹാബത്തിന്റെ ചരിത്രത്തിലൊക്കെ ഇല്ലേ? അവരെന്ത് ചെയ്താലും ശരി, പീഡിപ്പിച്ചാലും തീർന്ന് പുറത്തു പോകൂലല്ലോ. നമുക്കറിയാവുന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. സമയത്തിന്റെ ദൗർലഭ്യം മൂലം ഞാൻ കൂടുതൽ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. നമുക്കറിയാം അബ്ദുല്ലാഹ് ഇബ്നു ഖുദാഫത്ത് അസ്സഹ്മി റളിയല്ലാഹു തആല വലിയ മഹാനാണ്. അദ്ദേഹം പേർഷ്യൻ സാമ്രാജ്യത്തിന്റെയും റോമൻ സാമ്രാജ്യത്തിന്റെയും മുമ്പിൽ സടകുടഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധന മഹാനാണ്. ആ മഹാനെ ജനങ്ങൾക്ക് കാണുവാൻ കഴിയും. റോമാ ചക്രവർത്തിക്ക് മുമ്പിൽ അദ്ദേഹം പിടിക്കപ്പെട്ടു അദ്ദേഹം ജയിലിലായി. അവസാനം രാജാവ് വെല്ലുവിളിച്ചു, അവന്റെ മതം ഞാൻ പരിവർത്തിപ്പിച്ച് കാണിച്ചു തരാം. രാജാവിനെ കൊല്ലാനല്ല, രാജാവിന് പ്രത്യേക മനോഭാവക്കാരൻ. അങ്ങനെ കൈസർ ചക്രവർത്തി ചെയ്ത പണി എന്താ? അവനെ ഞാൻ മതപരിവർത്തനം നടത്തി കാണിച്ചു വെല്ലുവിളിച്ചു. ശരിക്കും അവന്റെ ശരീരത്തിൽ പെരുമാറിയാൽ അവനെ മതം കൈയൊഴിക്കും. അത്രയുള്ള ഇസ്ലാം. ആളുകൾ ഇസ്ലാം വല്ലാത്ത സത്യശാസ്ത്രമാണ്. അത് ഉൾക്കൊണ്ടാ പിന്നെ മനുഷ്യൻ കൈയൊഴിക്കില്ല. അത് മനുഷ്യന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇയാൾ വെല്ലുവിളിച്ചു. അയാളെ ഞാൻ മതത്തിൽ മാറ്റി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു ഖുദാഫ എന്ന സ്വഹാബിയാണ് പടത്തലവനെ ഹാജരാക്കി. രാജാവ് പറഞ്ഞു, നീ എന്റെ മതത്തിലേക്ക് വരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല, നിങ്ങളുടെ മതത്തിലേക്ക് വരുന്നില്ല. അപ്പൊ രാജാവ് പറഞ്ഞു, നീ എന്റെ മതത്തിലേക്ക് വരികയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ നേർ പകുതി ഞാൻ നിനക്ക് തരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഖുദാഫ പറഞ്ഞ മറുപടി എന്താ? അബ്ദുല്ലാഹ് ഇബ്നു ഖുദാഫ പറഞ്ഞു, വല്ലാഹി ലൗ അഅതനി ജമീഅ മാ തംലിക്. നിന്റെ കയ്യിൽ മുഴുവൻ തന്നാലും ശരി, വജമീഅ മാ മലകതഹുൽ അറബ്. അറബ് ലോകമാകുന്ന ഈ സമൂഹം അടക്കി വെച്ചത് മുഴുവൻ എനിക്ക് തന്നാലും ശരി. നീ പറഞ്ഞത് എന്റെ പകുതി മുഴുവൻ തന്നാലും ബാക്കിയുള്ള രാജ്യത്തെ അധികാരം മുഴുവൻ എനിക്ക് കിട്ടിയാലും ശരി. ആ മനുഷ്യൻ പറഞ്ഞ വാചകം വളരെ പ്രധാനമാണ്. ഹത്താ അർജിഅ ദീനി മുഹമ്മദ് തർഫത ഐൻ. മുഹമ്മദ് നബി പഠിപ്പിച്ച ദീനിൽ നിന്ന് ഒരു ഇഞ്ച് ഞാൻ മാറാൻ നീ എനിക്ക് ഇതൊക്കെ വാരി കോരി തന്നാലും ഒരിക്കലും ചെയ്യൂല. എന്തെന്നാണ് ഞാൻ മാറൂല. രാജാവിന് വാശി പോയപ്പോ രാജാവ് പറഞ്ഞു, കുരിശിങ്ങനെ നാട്ടാൻ. കുരിശ് നാട്ടിൽ ഇയാൾ കുരിശുമ കെട്ടിയിട്ട് കൈ ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ട് കാല് പിടിച്ച് കെട്ടിയിട്ട് രാജാവ് മർമ്മത്തേക്ക് മരിച്ചു അവനെ കൊല്ലാൻ പാടില്ല. രാജാവിന്റെ ഭാഷയിൽ രാജാവ് രാജാവിന് മൃതപ്രായനാകാൻ പാടില്ല, മറിച്ച് കയ്യിന്റെ വെള്ളയിലേക്ക് അമ്പയ്യ, കായമിലേക്ക് അമ്പയ്യ, മർമ്മത്ത് കൊള്ളരുത്. രക്തം രക്ഷിക്കുമ്പോൾ വേദന കൊള്ളരുത്. പടക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത് അമ്പെയ്തോ? ശത്രുക്കൾ അമ്പെയ്തും പടയാളികൾ അമ്പെയ്തും രക്തത്തിനെ ചീർത്തിരിക്കുമ്പോൾ രാജാവ് ചോദിച്ചു, നീ എന്റെ മതത്തിലേക്ക് വരുന്നോ, നസ്രാനിലേക്ക് വരുന്നോ? നീ അപ്പൊ രാജാവ് ഞാൻ കൊല്ലും, നീ മരിക്കാനാ പോകുന്ന പേടിച്ചോ. അതുകൊണ്ട് നിന്റെ ജീവൻ കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, മുസ്ലിമായി ഇസ്ലാം എന്ന് മാറുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഖുദാഫ പറഞ്ഞു, വല്ലാഹി ഇന്നൽ മൗത ല അഹബ്ബു ഇലയ്യ മിമ്മാ തദഉനി ഇലൈഹി. നീ
വിളിക്കുന്നിടത്ത് വരുന്നതിനേക്കാൾ എനിക്ക് നല്ലത് 1000 മരിക്കലാണ്. എനിക്ക് മരിക്കലാണ്. രാജാവ് ഒന്നുകൂടി അവനെ ഭീഷണിപ്പെടുത്തി പറഞ്ഞു, 1000 തവണ മരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് നിന്റെ മതത്തിലേക്ക് വരാൻ പറ്റില്ല. പൈസനെ പേടിപ്പിച്ചു നോക്കിയല്ലോ, കൊല്ലും നേരത്തെ പറഞ്ഞല്ലോ. എന്നിട്ട് എന്നെ മാറാതിരുന്നത് ഈ വിശ്വാസം കൽപ്പിക്കാൻ കടന്നാൽ അങ്ങനെയാണ്. അങ്ങനെ അവസാനം ഇറക്കി രാജാവിനെ കൊല്ലണ്ട, ഇറക്ക് ഭക്ഷണം കൊടുത്ത് വിശ്രമിപ്പിക്കും. അവനെ വേറൊരു പാഠം പഠിപ്പിക്കണം. അങ്ങനെ എന്ന് പറയുന്ന മഹാനായ സ്വഹാബിയെ രാജാവ് ക്ഷീണമാണിയപ്പോ ഹാജരാക്കി ഭക്ഷണം നിർത്തിയിട്ട് വലിയൊരു ചട്ടി കൊണ്ടുവരാൻ താരീഖിനുണ്ട്. വലിയൊരു ചട്ടി വറുക്കുന്ന വലിയ ചെമ്പ്, നമ്മള് ഇറച്ചിയൊക്കെ വരക്കുന്ന വലിയ ചെമ്പ്. ആ ചെമ്പ് കൊണ്ടുവന്നിട്ട് നിറയെ എണ്ണ ഒഴിച്ച്, നല്ല എണ്ണ ഒഴിച്ച് എണ്ണങ്ങനെ വെട്ടി തിളച്ച് എണ്ണന്റെ പോയില് കൂടുതലാണല്ലോ. എണ്ണങ്ങനെ തിളക്കുകയാണ്. എണ്ണങ്ങനെ തിളക്കുന്ന സമയത്ത് അകത്തുനിന്ന് കാരാഗ്രഹത്തിൽ നിന്നോ പിടിക്കപ്പെടുന്ന സാധു പടയാളിയെ കയ്യും കാലും ഇടയെ കണ്ട് കണ്ടോന്ന്. പടയാളി എണ്ണയിൽ ഇട്ട ഉടനെ പപ്പടം പൊരിഞ്ഞിട്ട് ഒരു മനുഷ്യൻ എണ്ണയിൽ വീണാൽ എങ്ങനെ ഉണ്ടാവും? വയറൊക്കെ പൊട്ടി പൊരിഞ്ഞിട്ട് അകത്തേക്ക് എണ്ണ കയറി പപ്പടം പൊരി പോലെ കുഴഞ്ഞു മറിഞ്ഞ് ആ വ്യക്തി ഒരു വല്ലാത്തൊരു സങ്കടം. ഒരു മനുഷ്യൻ പൊരിഞ്ഞു മരിക്കണമെന്ന് ചിന്തിച്ചു. ഇത് ഒരു ചഞ്ചലതയില്ല. ഇതുപോലെ നീ അടുത്ത നിമിഷം പോവാൻ, ഇതുപോലെ നീ പൊരിയാൻ പോവാ. അതുകൊണ്ട് നിന്റെ മതം കൈയൊഴിച്ചോ. അബ്ദുല്ലാഹ് പപ്പടം പറയും, ഇന്ന നീ മുസ്ലിം, ഞാൻ ഇസ്ലാമിൽ മാറുന്ന പ്രശ്നമില്ല. രാജാവ് പറഞ്ഞു, ഇനി കാര്യമില്ല, അതുപോലെ ചെയ്ത് ആ മനുഷ്യന്റെ കയ്യും കാലും പടക്കാതെ പഠിച്ച എണ്ണ പുറത്തേക്ക് കുറച്ച് മനുഷ്യന്റെ മേലെ കാവൂലേ. അങ്ങനെ ഇയാളെങ്ങനെ കയ്യും കാലും ശത്രുക്കളെ പൊക്കുന്ന സമയത്ത് തന്നെ കണ്ണ് നിറഞ്ഞൊഴുകി. അതുവരെ കണ്ണ് നിറയാത്ത, അതുവരെ പടക്കാത്ത, അതുവരെ പടയാതെ. അപ്പൊ ഇവര് മനസ്സിലാക്കി ഇയാൾക്ക് മനസ്താപമുണ്ട്. ഇറക്കി കയ്യും കാലും കാണിച്ച് രാജാവിനെ രാജാവേ ഈ മനുഷ്യൻ കരഞ്ഞിരിക്കുന്നു. അപ്പൊ രാജാവ് സന്തോഷമായി. ഞാൻ പറഞ്ഞില്ലേ മകൻ കൈയൊടിക്കുമെന്ന്. രാജാവ് കെട്ടിപ്പിടിച്ചിട്ട് ഈ സ്വഹാബിയെ പിടിച്ചിട്ട് ചോദിച്ചു, മോനെ നിനക്ക് നേരത്തെ ആകാമായിരുന്നില്ലേ? ഇദ്ദേഹം ചോദിച്ചു, ഏത് നീ നിന്റെ മതത്തെ കൈയൊടിക്കുന്നതുകൊണ്ടല്ലേ കരഞ്ഞത്? ആ സമയത്ത് അബ്ദുല്ലാഹ് പറഞ്ഞു, ഞാൻ എന്റെ മതം കൈയൊടിക്കാനല്ല കരഞ്ഞത്. ഞാൻ എന്റെ മതം കൈയൊഴിക്കാനല്ല കരഞ്ഞത്. ഞാനിപ്പോൾ ചട്ടിയിലേക്ക് വലിച്ചെറിയപ്പെട്ടാൽ എന്റെ ജീവിതം അസ്തമിച്ചു പോയി. എന്റെ ജീവിതം എന്റെ ദീനിന് വേണ്ടി ഒരിക്കലല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റും. നേരെ മറിച്ച് ഒരു ആഗ്രഹമുണ്ടായിരുന്നു. പടച്ചവനാണ് ഞാൻ മോഹിച്ചു പോയി. എന്റെ ദേഹത്തുള്ള ഓരോ രോമകൂപം എന്റെ ജീവനാകണം. ഓരോ രോമവും ഓരോ ജീവനാക്കി പടച്ചറപ്പ് എനിക്ക് തരണം. അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗ്ഗത്തിൽ ഓരോ രോമവും എനിക്ക് ചട്ടിയിലിട്ട് ഓരോ ജീവനായി ഓരോന്നായി 1000 തവണ മരിക്കണം. എനിക്ക് ഒറ്റ തവണയല്ലേ എന്റെ ദീനിന് വേണ്ടി മരിക്കാൻ പറ്റുള്ളൂ. ഒരു വട്ടം മരിക്കാൻ കഴിഞ്ഞില്ലേ? എനിക്ക് 1000 വട്ടം മരിക്കാൻ, 1000 ജീവൻ 1000 തവണ മരിക്കാൻ ഞാൻ തയ്യാറാണ്. അതിന് കഴിയാത്ത വിഷമത്തിലാണ് ഞാൻ കരയുന്നത്. എന്റെ ദീനിൽ എന്റെ സേവനം കഴിഞ്ഞു പോയല്ലോ പഠിച്ചോനെ, ഇനി എനിക്ക് മരിക്കാൻ കഴിയില്ലല്ലോ. ഈ ദീനിന് വേണ്ടി മരിച്ചാൽ പരലോകത്തിലേക്ക് കിട്ടുന്ന ഞാൻ സ്വപ്നം കാണുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ രാജാവ് താഴ്ത്തിപ്പോയി. ഈ ആദർശത്തിന് മുമ്പിൽ രാജാവ് കുനിഞ്ഞുപോയി. നിങ്ങൾ ഓർക്കണം, ചരിത്രകാരന്മാർ എഴുതി വെക്കുന്നു, ആ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി, റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി കൈസർ ചക്രവർത്തി, ആ മഹാനായ ഭരണാധികാരി ഈ ഇസ്ലാമിന്റെ പടയാളിയോട് പറഞ്ഞു, മോനെ നിന്റെ ധൈര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ടടാ. നീ എനിക്ക് ഉപകാരം ചെയ്യുമോ? നിന്റെ ധൈര്യം എനിക്ക് പകർന്നു കിട്ടാൻ നീ എന്നെ ഒന്ന് ചുംബിക്കുമോടാ? മുട്ടുകുത്തി അദ്ദേഹം ഈ മുസ്ലിം പടയാളിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. കൊല്ലാൻ കൊണ്ടുപോയ പടയാളിയുടെ മുമ്പിൽ റോമ സാമ്രാജ്യത്തിന്റെ അധിപൻ, ഇന്നത്തെ ട്രംപിന്റെ സ്ഥാനത്താണ്, അമേരിക്കയുടെ സ്ഥാനത്താണ് ആ രാജ്യം. ആ സാമ്രാജ്യത്തിന് മുട്ടുകുത്തിക്കൊണ്ട് പറഞ്ഞു, എടാ നീ എന്റെ നെറ്റിയിലൊന്ന് ചുംബിക്കും, എന്റെ തലന്ന് ചുംബിക്കുന്നു. നിന്റെ തല ഞാൻ ചുംബിക്കൂല, നീ മുശ്രിക്കാ, നിന്റെ തല ഞാൻ ചുംബിക്കൂല. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, നിന്നെ ഞാൻ വെറുതെ വിടുമല്ല, ചുംബിച്ചാൽ ഞാൻ എന്നെ വെറുതെ വിട്ടാലും നിന്നെ ഞാൻ ചുംബിക്കൂല, ഞാൻ മരിക്കാൻ തീരുമാനിച്ചാളാണ്. രാജാവ് തോറ്റുപോയി. രാജാവ് പറഞ്ഞു, നിന്റെ കൂടെ പിടിക്കപ്പെട്ട മുഴുവൻ മുസ്ലിം പടയാളികളെ എന്റെ തടവിലെ എല്ലാ മുസ്ലിങ്ങളെയും ഞാൻ വിട്ടുതരും. അപ്പൊ എന്നെ കൊണ്ട് കുറെ മുസ്ലിങ്ങൾക്ക് ഗുണം കിട്ടുന്നു, അതുകൊണ്ട് എന്റെ കൂട്ടുകാരുടെ മോചനത്തിന് വേണ്ടി നിന്റെ തല ഞാൻ ചുംബിച്ചപ്പോൾ രാജാവ് സന്തോഷത്തോടു കൂടി പറഞ്ഞു, നിന്റെ കൂടെയുള്ളവരൊക്കെ ഞാൻ വിട്ടയച്ചിരിക്കുന്നു. അത്ഭുതം വിട്ടയച്ചുകൊണ്ട് മാത്രമല്ല, അവരെ വിട്ടുകൊണ്ട് അബ്ദുല്ലാഹിയുടെ നേതൃത്വത്തിൽ ഈ പിടിക്കപ്പെട്ട പഴയ പടയാളികൾ മദീനയിലേക്ക് വരികയാണ്. വിഷയം ഉമർ തങ്ങൾ അറിഞ്ഞു. ഖലീഫ ഉമർ തങ്ങൾ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ചെയ്ത പ്രസംഗം താരീഖിന്റെ കിതാബിലുണ്ട്. ഖലീഫ പറഞ്ഞു, ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ അൻ യുഖബ്ബിറ റഅസ അബ്ദുല്ലാഹി ബിൽ ഹുദാ. അബ്ദുല്ലാഹി ബിൻ ഹുദായുടെ തല ചുംബിക്കൽ ഓരോ മുസ്ലിമിന്റെയും കടമയാണ്. വഅന അബ്ദഉ ബിദാലിക, ഞാനത്
ഉദ്ഘാടനം നിർവഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഊട്ടിപ്പിടിച്ച് ആദ്യം ഉമർ തങ്ങൾ ചുംബിച്ചു. ജനങ്ങൾ ചുടിച്ചുംബനം നടത്തിയെന്ന ചരിത്രം പറയുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് വിശ്വാസം മനസ്സിലങ്ങ് കയറിയപ്പോ പറക്കുന്ന ചട്ടിക്ക് മുമ്പിൽ ദീനിട്ട് പോയില്ല, അസ്ത്രത്തിന് മുമ്പിൽ ദീനിട്ട് പോയില്ല, ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങിയില്ല. ദീനാണ് ഒരു മനുഷ്യന് വലുത്, അതാർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ഒരു പൈസലിനെ കൊന്നു എന്നതുകൊണ്ട് ഇസ്ലാം അപ്രത്യക്ഷമാകൂല എന്ന് കരുതി നമ്മൾ അക്രമാസക്തരാകാൻ പാടില്ല. ഏതെങ്കിലും ജാഹിലികൾ ചെയ്ത പ്രവർത്തനത്തിന് പാവം ഹിന്ദുക്കളോട് നമ്മൾ കരങ്ങാൻ പാടില്ല. സൗഹൃദത്തോടെ ജീവിച്ച പാരമ്പര്യമാണ് ഉള്ളത്. സമത്തയുടെ മദ്രസയിലൊക്കെ സൗഹൃദമാണ് പഠിപ്പിക്കുന്നത്. ഇവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ മതവിദ്യാർത്ഥികളുള്ളത്, ഇവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ മതപാഠശാലകളുള്ളത്. ഈ മദ്രസകളെ കുറിച്ച് ആരോപണമുണ്ടായ സമയത്ത് സച്ചാർ കമ്മീഷൻ ഉത്തരേന്ത്യയിലെ മതസ്ഥാപനങ്ങൾ ഭീകരകേന്ദ്രങ്ങളെന്ന് പറഞ്ഞപ്പോ അന്വേഷിച്ചിട്ട് കേരളത്തിലെ മദ്രസയെ കുറിച്ച് ഈ മദ്രസകളെ കുറിച്ച് മദ്രസ എന്ന സാധനം ഈ കമ്മ്യൂണിറ്റിയുടെ ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ഇൻസ്ട്രുമെന്റ് ആണ് മദ്രസ. നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്ന ഉപകരണമാണ് മദ്രസ. അതാണ് ശരി. ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വ രൂപീകരണത്തിന്റെ ഉടമയാണ്, അതിന്റെ കേന്ദ്രമാണ്. ആ മദ്രസക്ക് നേതൃത്വം കൊടുക്കുന്ന സമത്ത, ദർശന നേതൃത്വം കൊടുക്കുന്ന സമത്ത, മഹലിന് നേതൃത്വം കൊടുക്കുന്ന സമത്ത. ആ സമത്തൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ കെട്ടുറപ്പ് വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന്റെ ഭാഗമാണ് മഹാന്മാരുടെ സ്നേഹവും ഈ ആദരവും ഈ സ്വീകരണവും ഒക്കെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം ഞാൻ ഉദ്ദേശിച്ചത് ഒരുപാട് അപ്പുറം പോയി. അല്ലാഹു ഇതിനൊക്കെ പ്രതിഫലം പരലോകത്ത് നമുക്ക് നൽകട്ടെ. ആ മഹാന്മാരെ സ്നേഹിച്ചതിന്റെ പേരിൽ അവരെ കൂടെ ഒന്നിക്കാൻ പഠിച്ചവർക്ക് തൗഫീഖ് തരട്ടെ. ഇത് സംഘടിപ്പിച്ചത് അല്ലാഹു സ്വാലിഹായ അമലാക്കി തീർക്കുമാറാവട്ടെ. ഞാനാണെങ്കിൽ പങ്കെടുക്കാൻ അവസരമുള്ള ഉസ്താദുമാരുടെ കൂടെ ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് പ്രസംഗിക്കേണ്ടതാണ്. അവരോട് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ടാക്കിയ കാരണക്കാരൻ അദ്ദേഹം വിളിച്ചു തങ്ങളെ മുങ്ങുന്ന വിളിച്ചില്ലാതായി പോയി. പിന്നെ വരാൻ കഴിയില്ല. തങ്ങൾ തന്നെ നേരിട്ട് പറഞ്ഞു, എന്റെ ജന്മനാട്ടിലെ സ്വീകരണമാണ്, പങ്കെടുത്തോണെന്നോ ഇന്ന് നിർത്തിയില്ല. കാരണം പ്രസിഡൻഷ്യൽ ഉത്തരവ് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനത് ഏറ്റെടുത്ത് പങ്കെടുത്ത് എന്റെ കടമ നിർവഹിച്ചിരിക്കുന്നു.